സുരേഷ് ഗോപി 2 പ്രാവശ്യം തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യം അവൻ ജയിക്കില്ല എന്ന് പ്രചരണം വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള താമര നോക്കിയിട്ടാണ് പറഞ്ഞത്, താമര ഇപ്രാവശ്യം തൃശ്ശൂർ വിരിഞ്ഞിരിക്കും. മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചവനാണ് ഞാൻ. എത്രയോ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, നമ്മുടെ വാക്ക് ആരും ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്തായാലും 100% വിജയിച്ചിരിക്കും. അതാണ് എൻ്റെ സത്യം. ഞാൻ എന്നിലുള്ള ചൈതന്യം, ശക്തി എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. നമ്മളുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവും, മറ്റുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. നമ്മുടെ ശരീരത്തിലുള്ള ശക്തിയും ഓറയും അത്ഭുതകരമായിട്ടാണ്. ഇടിവെട്ടിനേക്കാളും ശക്തിയാണ് ഓറ എന്ന് പറയുന്നത്. അത്രയും പ്രവചന സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിണറായിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്. ആരൊക്കെ എന്തൊക്കെ മോശപ്പെട്ട രീതിയിൽ ചെയ്തു അവർ എനിക്കോ, ഞാനിതിന് പേടിക്കണം? ഞാൻ മനുഷ്യനായ നല്ലതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു ചെറിയൊരു അഭിപ്രായം പറയാം. 2019 ചെറിയൊരു കൂര ഉണ്ടായിരുന്നു. ഓല കൊണ്ട് നിർമ്മിച്ചൊരു കൂരയായിരുന്നു. ആ കൂര വീണു ഈ ചെറിയൊരു പ്രളയത്തിൽ. ഞാൻ ഒരുപാട് അപേക്ഷയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി. ആരും ഇതുവരയ്ക്കും ആ കൂര ശരിയാക്കി തന്നിട്ടില്ല. 40,000 രൂപ തന്നത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ സ്കൂളിൽ, ഹൈസ്കൂളിൽ നിന്ന് ടീച്ചർമാരാണ് 40,000 രൂപ തന്നത്. ഈ 40,000 രൂപ കൊണ്ട് ഞാൻ മെറ്റീരിയൽ മേടിക്കാൻ തന്നെ 40,000 രൂപയായി. അതിൻ്റെ 2 ഇരട്ടി പൈസ ചിലവാക്കിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു കുടിൽ നിർമ്മിച്ചത്. അതിലാണ് ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് തന്നെ പറയുള്ളൂ, അല്ലേ? ഞാനായാലും നിങ്ങളായാലും ആരായാലും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി എന്ന് പറയുന്നത് ഭഗവാനെ സഹായിക്കാനുള്ളൊരു വ്യക്തിയാണ്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി സാധാരണ മനുഷ്യനല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ആരാന്ന് പറയുമോ? ദേവേന്ദ്രൻ്റെ അവതാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ എത്രയും പെട്ടെന്ന് മോദി സർക്കാർ വന്ന് കാണും. മോദി വന്ന് കാണും, സുരേഷ് ഗോപി വന്ന് കാണും, ദിലീപ് വന്ന് കാണും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭഗവാനെ വന്ന് കാണാൻ സാധ്യത കൂടുതലാണ്. കാരണം നന്മയുള്ള ഈ രാജ്യമായി മാറണം. സത്യം, നീതി, ധർമ്മം വീണ്ടും ആവിഷ്കരിച്ച് മുകളിലേക്ക് കൊണ്ടുവരണം. അതാണ് ഭഗവാന്റെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.